അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, 1-ാം ക്ലാസ്സിൻ്റെ വീഡിയോ ചെയ്യാൻ വളരെ വൈകിപ്പോയി. എന്നിരുന്നാലും നാളെ രാവിലെയൊക്കെ കുട്ടികൾക്ക് നോക്കാൻ കഴിയുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ മുൻ വർഷത്തെ ചോദ്യങ്ങളാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപാട് ആശങ്കയുണ്ട്. എവിടെയാണ് പഠിക്കേണ്ടത്, എന്താ പഠിക്കേണ്ടത്, എന്താണ് ചോദ്യം വരിക എന്ന് പല രക്ഷിതാക്കളും ചോദിക്കുന്നുണ്ട്. നമ്മൾ 2024 മുതൽ 2019 വരെയുള്ള ഏകദേശം ചില വർഷങ്ങൾ ഒഴിവാക്കിയാൽ ബാക്കി ഏകദേശം വർഷങ്ങളൊക്കെ ഉള്ള ചോദ്യപേപ്പർ എൻ്റെ കയ്യിലുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് ചർച്ച ചെയ്യാം. ഏതൊക്കെ ഭാഗമാണ് ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഭാഗം, ഏതൊക്കെയാണ് എഴുതാൻ വരാൻ പരീക്ഷയ്ക്ക് സാധ്യത ഉള്ളത്, ഇതൊക്കെ നമുക്ക് പറയാം. അതുകൊണ്ട് നാളെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ വീഡിയോ കണ്ട് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഒന്നാമതായി ഒരു പേജ്, ഫസ്റ്റത്തെ ഒരു പേജ് കുട്ടികൾക്ക് വായിക്കാനുണ്ടാവുക. നമുക്ക് നാളത്തെ പരീക്ഷ ഏതാണെന്ന് ആദ്യം ഓർമ്മ വേണം. ആദ്യം നമുക്ക് ഈ തഫ്ഹീമു തിലാവ എന്ന് പറയുന്ന ഈ പുസ്തകം, അഥവാ നമ്മളെ ലിവാഉം പുസ്തകം, ഈ ലിവാഉം പുസ്തകമാണ് പിന്നെ ഒരു പുസ്തകം. മറ്റൊരു പുസ്തകം പിന്നെ നമ്മൾ ആദ്യം പഠിച്ച അദബും പുസ്തകം. അപ്പോൾ ഈ രണ്ട് പുസ്തകത്തിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാകും. ഒരു പുസ്തകത്തിൽ നിന്ന് മാത്രമല്ല, രണ്ട് പുസ്തകത്തിൽ നിന്നും ഉണ്ടാകും. കൂടുതൽ ചോദ്യം ഈ പുസ്തകത്തിൽ നിന്നാണ് ഉണ്ടാവുക. അതെല്ലാവർക്കും മനസ്സിലായി. ഇനി ഞാൻ പറയാം. അപ്പോൾ ഫസ്റ്റത്തെ ഒരു പേജ് നിങ്ങൾക്ക് വായിക്കാനായിരിക്കും, കുട്ടികൾക്ക് വായിക്കാനായിരിക്കും. രണ്ടാമത്തെ ഒരു പേജ്, ഈ പേജ് എഴുതാനുമായിരിക്കും. ഇതാണ് രണ്ട് വർക്കാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ അദബും പുസ്തകത്തിലെ വാക്കുകൾ കുറേ ഉണ്ട് ഇല്ലേ? നോക്കൂ നിങ്ങൾ, ഹബിലുൻ. അപ്പോൾ ഇവിടെ കുട്ടികൾ എന്താ ചെയ്യേണ്ടത്? പദങ്ങൾ വായിച്ച് ചിത്രങ്ങൾ തൊട്ട് കാണിക്കണം. അപ്പോൾ ഇത് വായിക്കും വേണം, എന്നിട്ട് ചിത്രം തൊട്ട് കാണിക്കും വേണം. ഇവിടെ എല്ലാം സിമ്പിളാണ്. വർദുൻ, ഹബിലുൻ, കലമുൻ, ഐനുൻ, തമ്രുൻ, ദിവസുൻ. അതൊന്നും ഞാൻ വായിക്കാൻ പോകുന്നില്ല. അപ്പോൾ അതൊക്കെ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുക നിങ്ങൾ. ഇനി ഇവിടെ നോക്കൂ നിങ്ങൾ, പുസ്തകത്തിൽ നോക്കി വായിക്കാം. യൗമ ഇദിൻ തഹ്തിഹ വിൽദാനുൻ മഷ്ഗൂലുൻ മഅബൂദുൻ ദീനില്ലാഹി. ഈ ചോദ്യത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. അതായത് കുട്ടികൾക്ക് വായിക്കാൻ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ ഒന്ന് ഈ ഭാഗമാണ്. വലിയ വലിയ വാക്കുകളുടെ ഭാഗം. ഉലുൽ അൽബാബ്, ദിൽ ഔതാദ്, ലാ തഅകുലു മാലൽ യതീം, ദുൻതിഖാം, ഹാദാ, ദാലിക, ഇലാഹുൻ, ലാകിൻ, ലഹു, ബിഹി. അതുപോലെ മലായിക്കത്തുൻ ഷത്ത. ഇത്തരം പ്രയാസകരമായ ഭാഗങ്ങളാണ് പരീക്ഷയ്ക്ക് വരാറുള്ളത്. അതുപോലെ ഇവിടെ ബിസ്മില്ലാഹിയും ചില കുട്ടികൾ ഓതും. ബിസ്മില്ലാഹിയാണ്. അൽഹംദു ലില്ലാഹി, അല്ലാഹു സമദ്, ആമൻതു ബില്ലാഹി എന്ന് ചില കുട്ടികൾ വായിക്കും. ശരിയല്ല, ആമൻതു ബില്ലാഹി, ഖലഖല്ലാഹു ബിഫളില്ലാഹി, ഫീ ദീനില്ലാഹി. ഇതൊക്കെ പരീക്ഷയ്ക്ക് വന്നതാണ്. ഖുദ്റത്തുല്ലാഹി. അപ്പോൾ ഇങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് വരും ഈ ഭാഗങ്ങളൊക്കെ. ലില്ലാഹി, റബ്ബുനല്ലാഹു, ഖൽഖുല്ലാഹി, ഫില്ലാഹി, ഖലഖല്ലാഹു, സിഫത്തുല്ലാഹി, നസുറും മിനല്ലാഹി, ഹാദാ ഖൽഖുല്ലാഹി, ആമൻതു ബില്ലാഹി. അതുപോലെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഇവിടെ ഫത്താഹുൻ, ഖഹാറുൻ, ത്വയ്യിബുൻ. ഇതൊക്കെ പരീക്ഷയ്ക്ക് കേട്ടെഴുത്തിനും വരാറുണ്ട്. ഇനി പ്രധാനമായിട്ട് പരീക്ഷയ്ക്ക് വരുന്നതാണ് അസ്സാബിത്തു, അത്തവ്വാബു, അദ്ദായിമു. ഈ ഭാഗങ്ങൾ. പിന്നെ പരീക്ഷയ്ക്ക് വരുന്ന ഒരു ഭാഗമാണ് ഇവിടുന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇത് നല്ലോണം വായിച്ചു പഠിക്കണം. ജന്നാത്തുൻ തജിരി മിൻ തഹ്തിഹൽ അൻഹാറു. കണ്ടോ, ഇവിടെ തഹ്തിക നമുക്ക് പരീക്ഷയ്ക്ക് വന്നു. ഞാൻ ഇപ്പോൾ കാണിച്ച ചോദ്യപേപ്പറിൽ തഹ്തിക ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ചില കഷ്ണങ്ങൾ എടുത്തിട്ടാണ് വായിക്കാണ്ടാവുക. യൗമ ഇതിൻ, കണ്ടോ, തുഹദ്ദിസു അഖ്ബാറഹ ബി അന്ന റബ്ബക ഔഹാലഹ വമാ കുന്നാ മുൻസിലീന അം നഹ്നുൽ മുൻസിലൂന വിൽദാനും മുഖല്ലദൂന യശ്റബൂന മിൻ കഅസിൻ. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിച്ച് കുട്ടികൾക്ക് വായിപ്പിച്ചു കൊടുക്കുക. ഇനി നോക്കൂ, ഇവിടെ ലോ സാ. ഇത് ചില കുട്ടികൾ ലോ എന്ന് പറയും. ലോ എന്നല്ല പറയേണ്ടത്, ലോ സാ. ഇനി എഴുതാനുള്ള ഭാഗം നമുക്ക് 2024 ചോദ്യപേപ്പറാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇതൊക്കെ കുട്ടികൾ എപ്പോഴും ശരിയാക്കും. കാരണം ചിത്രം കണ്ടാൽ കുട്ടികൾക്ക് വേഗം എഴുതാൻ കിട്ടും. ഇവിടെ എന്താണ്? ഫസിന്റെ ഫ, രണ്ടക്ഷരം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേ ഇവിടെ രണ്ടക്ഷരം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഗിർബാലുൻ, അതിൻ്റെ ഗൈനും റാവും. ഇവിടെ സല്ലാജത്തുൻ. ഇത് കുട്ടികൾ തെറ്റിക്കാറുണ്ട്. കുട്ടികൾക്ക് കേട്ടെഴുത്ത് വെച്ച് പഠിപ്പിക്കണം. അടുത്ത ലിവാഉൻ, ഇവിടെ രണ്ടക്ഷരമുണ്ട്, ലാമും വാവും. പിന്നെ ഇവിടെ കോപ്പി അടിച്ച് ഇങ്ങോട്ട് എഴുതിയാൽ മതി. ഇത് നേരെ കോപ്പി പേസ്റ്റ് ചെയ്ത് എഴുതിയാൽ മതി. അടുത്ത് നോക്കുക, ഇവിടെ ഓരോ അക്ഷരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അക്ഷരങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ചേർത്ത് എഴുതണം. അതാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതാണ് 2024 ചോദ്യപേപ്പർ. നമ്മൾ 2023 ചോദ്യപേപ്പർ നോക്കുക.
നോക്കൂ നിങ്ങൾ, ഞാൻ ആ പറഞ്ഞ അവസാനത്തെ പാഠത്തു നിന്നാണ് ചോദ്യങ്ങൾ. കണ്ടോ, ലഹു, ബിഹി. ഈ ലഹു എന്നുള്ളതൊക്കെ കുട്ടികൾക്ക് വായിക്കാൻ പ്രയാസം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഭാഗങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരുന്നത്. ബിഹി, ദാലിക, ലാക്കിൻ, ലില്ലാഹി. പിന്നെ ഇതൊക്കെ വളരെ സിമ്പിളാണ്, ചിത്രം കണ്ട കുട്ടികൾ പെട്ടെന്ന് വായിക്കും. ഇനി ഇവിടെ നോക്കൂ, സായിമത്തുൻ, ഖലീജുൻ, ഖുലൂദുൻ, ഉലുൽ അൽബാബ്, ദിൽ ഔതാദ്. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നീട്ടാനുള്ള വാവുണ്ട് അല്ലേ, ഇവിടെ നീട്ടാനുള്ള യാ ഉണ്ട്. അപ്പൊ ഈ നീട്ടാനുള്ള ഭാഗങ്ങളാണ് പരീക്ഷയ്ക്ക് അധികവും വരാറുള്ളത്, അതും കൂടി മനസ്സിലാക്കുക. വാവോ അലിഫ് കൊണ്ടോ വാവ് കൊണ്ടോ ഒക്കെ നീട്ടാനുള്ള വാക്കുകൾ അത് പരീക്ഷയ്ക്ക് വരാറുണ്ട്. ഇപ്പോൾ ഉദാഹരണം നോക്കൂ നിങ്ങൾ, റൈഹാനത്തുൻ, റഹീമുൻ, ഇതൊക്കെ പരീക്ഷയ്ക്ക് വരുന്നതാണ്. റഹീമുൻ, റൈഹാനത്തുൻ. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടോ, ഖലീജുൻ, ഹിമാറുൻ, ഇവിടെയൊക്കെ നീട്ടാനുണ്ട്. ഹുലൂദുൻ. ഇത്തരം നീട്ടാനുള്ളത് നല്ലോണം ശ്രദ്ധിച്ചു കുട്ടികളെ കൊണ്ട് വായിപ്പിച്ച് പഠിക്കണം. അതുപോലെ ഇവിടെ സാബിത്തുൻ, മസീലുൻ, സൂമുൻ, ഇത്തരം ഭാഗങ്ങളൊക്കെ, നീട്ടാനുള്ള ഭാഗങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിച്ച് പഠിപ്പിക്കുക. ഇനി നമ്മൾ എഴുതാനുള്ളത് നോക്കുക. ഇവിടെ ഫസിൻ്റെ ഫ മാത്രം എഴുതിയാൽ മതി. കലമിൻ്റെ ക, ലിർസിൻ്റെ ലി, തൊയ്യാറത്തിൻ്റെ ത്വ, ജബീബിൻ്റെ ജ. അടുത്തത് ഇവിടെ ഇതിൻ്റെ ഉത്തരമുണ്ട്. ഇവിടെ ഉത്തരം ഉണ്ട്, ആ ഉത്തരം നോക്കിയിട്ട് എഴുതാനാണ്. ഇത് ഇങ്ങോട്ട് എന്താണ്, വൃത്തിക്ക് എഴുതാനാണ്. ഇതിൻ്റെ വൃത്തി അനുസരിച്ചായിരിക്കും മാർക്ക് ഉണ്ടാവുക. അപ്പോൾ എഴുതാനുള്ളത് വലിയ പ്രയാസമല്ല. 2023 കഴിഞ്ഞു, നമ്മൾ 2022 പോവുകയാണ്. 2022 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ വർദുൻ, മിവല്ലത്തുൻ, തൊയ്യാറത്തുൻ, ഫുർസത്തുൻ, ഹൽക്കുൻ, ഗൗസുൻ, ലിർസുൻ, ഹുബ്സുൻ. ചോദ്യം വളരെ സിമ്പിളാണ് അല്ലേ, സാധാരണ കുട്ടികൾ വായിക്കുന്ന ഭാഗങ്ങളാണ്. ഇനി ഇവിടെ ഈ അക്ഷരം ചേർത്ത് വായിക്കാൻ, വലതുൻ, സാലിസുൻ, അതുപോലെ സഹ്റത്തുൻ, പിന്നെ യംന, ഇത് നാ, അപ്പോൾ യംനഊന, പിന്നെ റൈഹാനത്തുൻ, പിന്നെ ഷംസുൻ. ഇനി നമുക്ക് എഴുതാനുള്ളത് നോക്കാം. നോക്കൂ, ഇവിടെ എഴുതാനുള്ള ചോദ്യത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് ഈ ഒരു ചോദ്യം പല പരീക്ഷയ്ക്കും വരാറുണ്ട്, ചില പരീക്ഷയ്ക്ക് വരാറില്ല, ചില പരീക്ഷയ്ക്ക് വരാറുണ്ട്. അതായത് ഇവിടെ ജോയിൻ്റ് ആക്കി അഥവാ കൂട്ടിച്ചേർത്തി എഴുതിയതാണ്. ഇത് എന്ത് ചെയ്യണം, വേറെ വേറെ ആക്കി എഴുതാനാണ് ഇവിടെ ചോദ്യം. അപ്പോൾ പല കുട്ടികളും ഇത് തെറ്റിക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയാം, അഅ്ബുദു എന്നതിനെ നമ്മൾ വേർതിരിച്ച് എഴുതുന്ന സമയത്ത് ആദ്യത്തെ ആ ഇങ്ങനെ തന്നെ, പക്ഷേ ഈ ഐന് ഇങ്ങനെയല്ല എഴുതാറുള്ളത്. എങ്ങനെയാണ് എഴുതേണ്ടത് അത് പല കുട്ടികൾക്കും അറിയില്ല. ഇതാണ് ഐന് നമ്മൾ ജോയിൻ്റ് ആക്കാതെ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതേണ്ട ആ. അതുപോലെ തന്നെ ദാല് ഇങ്ങനെയാണ്. ബാഗ് പിന്നെ സാധാരണ പോലെ തന്നെ ദാല് ഇങ്ങനെയാണ്, ഇങ്ങനെയല്ല ദാല് എഴുതാറുള്ളത്. അതുപോലെ ഖത്തുമിലെ ഖാ, ഈ ഖാ എഴുതേണ്ടത് ഇങ്ങനെയാണ്. പല കുട്ടികളും തെറ്റിക്കാറുണ്ട്. ഇങ്ങനെയാണ് ഖാ എഴുതേണ്ടത്, ഖാ. പിന്നെ തുമുൻ, പിന്നെ ലുഹുറിൻ്റെ അവിടെ ഹാ ഇങ്ങനെയാണ് എഴുതാറുള്ളത്, ഹാ. നദിറിൻ്റെ നൂന് സാധാരണ പോലെ തന്നെ, പക്ഷെ ദാല് ശ്രദ്ധിക്കുക, ദാല് ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത്തരം വാക്കുകളൊക്കെ ഇങ്ങനെ എന്താണ് അക്ഷരങ്ങൾ വേറെയാക്കി എഴുതാനുണ്ടാവും. 2 രൂപത്തിലെ പരീക്ഷയ്ക്ക് വരിക. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ ജോയിൻ്റ് ആക്കി എഴുതിയതിനെ വേർതിരിച്ച് എഴുതാനാണ്. ഇനി തിരിച്ചു വരും, എന്താണ്, വിട്ട് എഴുതിയതിനെ ജോയിൻ്റ് ആക്കാൻ. ഇപ്പോൾ ഉദാഹരണം ഇവിടെ പോലെ, ഇവിടെ കാലമുൻ വേറെ വേറെ ആക്കി തന്നു, എന്നാൽ ഇത് കൂട്ടി എഴുതിയതാണ്. അപ്പോൾ ഇത് ചോദ്യമാണ്, ഇത് ഉത്തരമാക്കി എഴുതാനും പരീക്ഷയ്ക്ക് വരാറുണ്ട്. അടുത്ത ചോദ്യ പേപ്പറിൽ നമുക്ക് കാണാം. ഇനി ഇവിടെ നോക്കൂ, താഴെ കാണിച്ച ചിത്രത്തിന് കളർ നൽകാം. കളർ നൽകാനുണ്ട്. അപ്പോൾ നാളെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ കളർ കൂടി കൊണ്ടുപോകുക, നിങ്ങൾ കളർ നൽകാനും വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിങ്ങോട്ട് കോപ്പി അടിച്ച് എഴുതാനാണ്, അതൊന്നും പണിയില്ല. വൃത്തിക്കനുസരിച്ച് മാർക്ക് കിട്ടും. അടുത്ത വർഷത്തെ ചോദ്യപേപ്പറിലേക്ക് നമ്മൾ പോവുകയാണ്, 2021. അപ്പോൾ 2024, 23, 22 കഴിഞ്ഞു. ഇനി നമ്മൾ 21 കൊറോണ കാലത്തുള്ള ചോദ്യപേപ്പറാണിത്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷ ചോദ്യപേപ്പർ അത്ര വലിയ ടഫായ ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. നോക്കുക നിങ്ങൾ, ഉലുൽ അൽബാബ് കണ്ടോ, ഞാൻ പറഞ്ഞില്ല വലിയ വാക്കാണ് വായിക്കാൻ വരിക. ഷഅബാനു, ആമൻതു ബില്ലാഹി, അസ്സാബിത്തു. ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞ ഭാഗങ്ങൾ തന്നെയാണ് പരീക്ഷയ്ക്ക് വരുന്നത്. പിന്നെ ഇതൊക്കെ കുട്ടികൾ വായിക്കും, ലിവാഉൻ, ഖത്തുമിൻ, അതൊക്കെ വളരെ എളുപ്പമായിരിക്കും. ഇവിടെ നോക്കൂ, ബുഉസുൻ, കൻസുൻ, ഫാക്കിഹത്തുൻ, സദുറുൻ. ഇനി നമുക്ക് എഴുതാനുള്ള ഭാഗം നോക്കാം. എഴുതാനുള്ള ഭാഗം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇവിടെ ലിർസുൻ, ലോദാണ് എഴുതാനുള്ളത് അല്ലേ. ഇത് കണ്ടാൽ സിന്നുനാണ് കുട്ടികൾ വിചാരിച്ചു, പക്ഷെ ലിർസുനാണ് എഴുതേണ്ടത്. ഇവിടെ ത്വ ആണ് എഴുതേണ്ടത്, ഇവിടെ ദ ആണ്, ഇവിടെ സ ആണ്. അടുത്തത് പിന്നെ ഇതുപോലെ ഇങ്ങോട്ട് താഴോട്ട് കോപ്പി അടിച്ച് എഴുതാനാണ്. ഇനി ഇവിടെ നോക്കും, ഞാൻ പറഞ്ഞില്ലേ
ഇവിടെ മുട്ടിക്കാതെ അഥവാ ജോയിന്റ് ആക്കാതെ അക്ഷരങ്ങൾ തന്നിട്ടുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം? ചേർത്തി എഴുതണം. ഇത് ചേർത്തി എഴുതുന്ന സമയത്ത് ഹാഇന്റെ രൂപം മാറും. എങ്ങനെയാണ് ഹാഇന്റെ രൂപം? ഈ രൂപത്തിലായി മാറും. ഇതാണ് ഹാഇന്റെ രൂപം. അതുപോലെ ഈ കാഫ് മാറിയിട്ട് ഇങ്ങനെ ആവും. ഇങ്ങനെ അവസാനം വരുന്ന കാഫ് ഇങ്ങനെ ആയിരിക്കും. പക്ഷേ ഇടയിൽ വരുന്ന കാഫ് ഇങ്ങനെയല്ല, ഇങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ വരും. അവസാനം വരുന്ന കാഫ് ഇങ്ങനെ. മനസ്സിലായല്ലോ? രക്ഷിതാക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നോക്കൂ നിങ്ങൾ, ഖലീലന്റെ ഖൈന് ഇത് എന്താണ്? ജോയിന്റ് ആക്കാതെ എഴുതുമ്പോൾ ഇങ്ങനെയാണ്. ഇനി ജോയിന്റ് ആക്കി എഴുതുമ്പോൾ ഇങ്ങനെ വരിക. പിന്നെ ബാക്കിയൊന്നും യാവും ശ്രദ്ധിക്കണം. ചില കുട്ടികൾ യാ എഴുതുന്ന സമയത്ത് ഈ ഒരു വളവുണ്ടല്ലോ, ആ വളവോട് കൂടി എഴുതുക. ആ വളവ് ഉണ്ടാകാൻ പാടില്ല. ആ വളവില്ലാതെയാണ് എഴുതുക. അപ്പൊ ഖലി ഇങ്ങനെ വരിക. ഇനി ബിഹി ശ്രദ്ധിക്കുക. ബിഹി എങ്ങനെ എഴുതേണ്ടത്? ഈ ബാ ഇത്ര എഴുതിയിട്ട് പിന്നെ ബാക്കി ഇങ്ങനെ എഴുതുക. ബിഹി ഒരു പാമ്പിന്റെ തല പോലെ. അപ്പൊ ഇതാണ് എഴുതാനുള്ളത്. അപ്പൊ കൂട്ടി എഴുതാനെന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അടുത്ത ഭാഗം 2019 ചോദ്യപേപ്പറിലേക്ക് നോക്കാം. 2019 ചോദ്യപേപ്പറിൽ എന്താണ്? പദങ്ങൾ വായിച്ച് യോജിച്ച ചിത്രങ്ങൾ തൊട്ട് കാണിക്കാം. അപ്പൊ പദങ്ങൾ വായിക്കണം. ഫഅ്സുൻ എന്നിട്ട് ഇത് തൊട്ട് കാണിക്കുക. സബീബുൻ തൊട്ട് കാണിക്കുക. സഹനുൻ ഖിർബാലുൻ. അങ്ങനെ ഇവിടെ നോക്കൂ, നിങ്ങൾ വായിക്കാൻ വന്നത് കണ്ടോ? ദുൻതിഖാം. ഇതൊക്കെ വായിക്കാൻ പ്രയാസമുള്ള ചില കുട്ടികൾ ദൂ എന്നൊക്കെ വായിക്കും. ഇവിടെ വാവ് കണ്ടിട്ട് വാവ് ഉണ്ടായത് കൊണ്ട് ദൂ എന്ന് വായിക്കും. പക്ഷെ ഇവിടെ വാവ് ഉണ്ടായാലും ഈ വാവ് നമ്മൾ വായിക്കൂല, ഈ അലിഫും വായിക്കൂല. കാരണം എന്താ? ഇവിടെ ഒരു പൂജ്യം ഉണ്ട്, കണ്ടോ? സുക്കൂൻ ഉണ്ട്. ഇവിടെ ഒരു സുക്കൂൻ വന്നാൽ ഈ വാവും അലിഫൊന്നും വായിക്കൂല. അപ്പൊ ദൂ കഴിഞ്ഞാൽ നൂന വായിക്കാം. ദുൻതിഖാം. ഇവിടെ ദുൻതിഖാമിൻ എന്ന് വായിക്കേണ്ട ആവശ്യമില്ല. ദുൻതിഖാം എന്ന് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും. അതുപോലെ ഇവിടെ ചില കുട്ടികൾ ഊലുൽ അൽബാബ് എന്ന് വായിക്കും. അതും തെറ്റാണ്. കാരണം എന്താ? ഇവിടെ ലാമിന് 0 വന്നതുകൊണ്ട് ഈ വാവും വായിക്കൂല, ഈ വാവും വായിക്കൂല, ഈ അലിഫും വായിക്കൂല, ഇത് 3ഉം വായിക്കൂല. പിന്നെ ഇതാ വായിക്കുക, ഉലുൽ അൽബാബ്. അടുത്ത് ഇവിടെ കണ്ടോ? അലിഫിന് 0 വന്നു, ഇവിടെ ലാമിന് 0 വന്നു. അപ്പൊ ഈ യാവും വായിക്കൂല, അലിഫും വായിക്കൂല. അപ്പൊ ദിൽ ഔത്താദ്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ ഫീ ആണ്. ഇനി ഇവിടെ ഈ അലിഫ് വായിക്കൂല, ഈ യാവ് വായിക്കൂല, ലാമ് വായിക്കൂല. ഇവിടെ എന്തുണ്ട്? ഷദ്ദുണ്ട്. ഷദ്ദ് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള നീട്ടാനുള്ള ഒന്നും വായിക്കൂല. അപ്പൊ പിന്നെ ഫില്ലാഹി എന്ന് വായിക്കാം. ഫില്ലാഹി. ഇനി ഇവിടെ ഫില്ലാഹി എന്ന് വായിച്ചാൽ ശരിയല്ല, തെറ്റാണ്. എന്താ കാരണം എന്നറിയോ? അതായത് അള്ളാ എന്നതിന്റെ മുമ്പ് അതിന്റെ ബാക്കിൽ കെസിർ വന്നു. ഇതിന്റെ ബാക്കിൽ കെസിർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ലാഹി എന്നാണ് വായിക്കേണ്ടത്. ലാഹി. അള്ളാഹ് എന്നുള്ളത് നമ്മൾ അത് അള്ളാഹ് എന്ന് തഫ്ഹീമാക്കിയിട്ട് വായിക്കൂല. എങ്ങനെ വായിക്കുക? ഫില്ലാഹി. ഞാൻ രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ് പറയുന്നത്. ചില രക്ഷിതാക്കൾക്ക് ഇതും വായിക്കാൻ പ്രയാസം ഉണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്. ഇവിടെ ഫില്ലാഹി എന്ന് ഓതിയാൽ വായിച്ചാൽ തെറ്റാണ്. എന്താണ് വായിക്കേണ്ടത്? ഫില്ലാഹി. ഓക്കെ, അടുത്ത് നോക്കൂ. മക്കാനുൻ, സൂമുൻ, ദാലിക, ഖലീല, ഖത്തുൻ, ളില്ലത്തുൻ. ഇവിടെ ആവർത്തിച്ചു വരുന്ന ചോദ്യമാണ്. ദാലിക, ഖലീല, സൂമുൻ, മക്കാനുൻ ഒക്കെ ആവർത്തിച്ചു വന്നതാണ്. നമുക്ക് എഴുതാനുള്ള ഭാഗം നോക്കാം. എഴുതാനുള്ള ഭാഗത്തിൽ എന്താണ് നോക്കൂ. ഇവിടെ തൊയ്യാറത്തുണ്ട് അല്ലേ? അപ്പോൾ തൊയ്യാറത്തിൻ്റെ ഇവിടെ തൊയ്യാറത്ത് ഇതാ, ആ തൊയ്യാറത്ത് ഇങ്ങോട്ട് എഴുതുക. അതുപോലെ കലമുണ്ട്, ആ കലം നോക്കി എഴുതുക. അയിന്, അതുപോലെ സിന്ന്, പിന്നെ ലിർസാണ് അല്ലേ? ലിർസ്, പിന്നെ മിവല്ലത്തുൻ. ഇനി നോക്കൂ, ഇവിടെ കണ്ടോ? ഈ എഴുതിയതൊക്കെ തെറ്റാണ്. ഇങ്ങനെയല്ല എഴുതേണ്ട. ഇവിടെ എന്താണ്? അക്ഷരങ്ങൾ കൊണ്ട് പദങ്ങൾ ചേർത്തി എഴുതാനാണ്. അപ്പോൾ ഖത്തുമുൻ എന്ന് എന്ത് ചെയ്യണം? നമ്മൾ ചേർത്തി എഴുതണം. ചേർത്തി എഴുതുന്ന സമയത്ത് ഇങ്ങനെയാണ് വരിക അല്ലേ? ഇങ്ങനെയാണ് വരിക. ഖത്തുമുൻ. അതുപോലെ ഇതെന്താണ്? റഹീമുൻ എന്നാണ്. ഇത് റഹീമുൻ. അപ്പോൾ റ പിന്നെ ഹ, റഹീമുൻ. അതുപോലെ ഇത് ലൊമീറുന്ന. ലൊമീറും പല പരീക്ഷയ്ക്കും ചോദിക്കാറുണ്ട്. അതുപോലെ കേട്ടെഴുത്തിനും വരാറുണ്ട് ലൊമീറുൻ. അതുപോലെ ഇത് സിഅറുൻ എന്നാണ്. സിഅറുൻ. അപ്പോൾ ഇവിടെ എന്തിനാ തന്നത്? നിങ്ങൾക്ക് അക്ഷരം തന്നു, ചേർത്തി എഴുതാനാണ്. ഇനി ഇവിടെ എന്ത് ഇതിന് വാക്ക് തന്നിട്ടുണ്ട്, ഇത് ചേർത്താതെ എഴുതാനാണ്. ഓരോ അക്ഷരങ്ങളും വേറെ വേറെ ആക്കി എഴുതാം. ഇവിടെ നോക്കൂ നിങ്ങൾ, ബൈത്തിലെ ബാ വേറെ എഴുതി, യാ വേറെ എഴുതി, താവ്. അപ്പോൾ യഹാഫൂനെ എങ്ങനെ വേറെ എഴുതുക? യാ ഇങ്ങനെ എഴുതണം. ഇങ്ങനെ ആ യാഇന്റെ തല ഇവിടെ ഉണ്ടാവണം. മനസ്സിലായോ? ഖ ഇങ്ങനെ എഴുതണം. ഫ ഇങ്ങനെ, അങ്ങനെ ഓരോന്നും വേറെ വേറെ ആക്കി എഴുതണം. ഫീജീദിഹ എഴുതുമ്പോൾ ചില കുട്ടികൾ ഫീ ഒരുമിച്ച് എഴുതും. ഫീ വേറെ, യാ വേറെ. ഫീ വേറെ, യാ വേറെ. പിന്നെ ജി ഇങ്ങനെ. അടുത്തത് എന്താണ്? ഹക്കമുൽ ലുഹ്റും നോക്കി എഴുതാനാണ്. അപ്പോൾ ഇതാണ് ചോദ്യപേപ്പറിൻ്റെ 1ാം ക്ലാസ്സിലെ പരീക്ഷയുടെ ഒരു രൂപം. അപ്പോൾ ഇതെല്ലാ കുട്ടികൾക്കും എല്ലാ രക്ഷിതാക്കൾക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും.